കാലവർഷവും വന്നു, ചക്ക സീസണുമായി. ഇനിയിപ്പോൾ ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നാവും ചിന്തകൾ. പുറത്ത് നല്ല മഴ തോരാതെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ പെരുമഴയത്ത് ഒരു ചക്കപ്പുഴുക്ക് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, ചോറിനൊരു കൂട്ടുമാവും. ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ, ഇതിലെ കുരു മാറ്റുന്ന സമയത്ത് ചുളയുടെ ഒരു ഭാഗം മാത്രം കീറി മറ്റു ഭാഗത്തൊന്നും കേടുവരാതെ അതിനെ അരിഞ്ഞെടുക്കുന്നതാണ്. ചുള കയ്യിൽ വച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നതും അരിഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് കൂട്ടി വച്ചിരിക്കുന്നതും കാണാൻ നല്ല ഭംഗിയുമാണ്. അരിഞ്ഞെടുത്ത ചക്ക ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഈ സമയം പുഴുക്കിൽ ചേർക്കാനായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കാം. പുഴുക്കിന് അരപ്പ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ അരഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലുടൻ അരപ്പിട്ട് കൊടുത്ത് അടച്ചു വയ്ക്കാം. അരപ്പൊന്ന് ചൂടായി ചക്കയിലുള്ള വെള്ളവും നന്നായിട്ട് വറ്റിയതിന് ശേഷം പുഴുക്ക് നന്നായിട്ട് ഇളക്കി കോരിയെടുക്കാം. ഇനിയിപ്പം മഴ മാറിയിട്ട് ചക്ക പറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ചക്ക കൊഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ മഴ മാറുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചക്ക പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.